അപ്പോൾ ക്യാമ്പ് 1 ഞങ്ങൾ എത്തിയ ദിവസം വെതർ വളരെ മോശമായിരുന്നു. 2013 ശേഷം ഏറ്റവും പന്ന വെതറുള്ള വർഷമായിരുന്നു ഈ 2023. അത് അവിടുന്ന് റേഞ്ചർ പറയുകയും ചെയ്തു ഈ വർഷം വെതർ വളരെ മോശമാണെന്ന്. അങ്ങനെ ക്യാമ്പ് 1 നിന്ന് അടുത്ത ദിവസം ക്യാമ്പ് 2 പോകേണ്ടത്. ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ക്യാമ്പ് 2 പോകാൻ ശ്രമിച്ചായിരുന്നു, ഒറ്റ റോപ്പിൽ തന്നെ. അപ്പം ഹാരിയാണല്ലോ ഫ്രണ്ടിൽ പോകുന്നത്. അപ്പം ഒരു മലയുടെ റൈറ്റിലോട്ടാണ് ഹാരി പോയത്, ശരിക്കും ലെഫ്റ്റിലോട്ടായിരുന്നു പോകേണ്ടത്. ഈ മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടുള്ള വഴികളൊന്നും നമുക്ക് കാണത്തില്ല, വഴിയില്ല. ബേസിക്കലി ഗ്ലേഷ്യറിൻ്റെ മേളിൽ കൂടെ നമ്മൾ പോകുന്നത്. ഫ്രണ്ടിൽ പോയ ആൾക്കാരുടെ കാൽപാദങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചെറിയ വാൺസ് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ നമ്മുടെ ചൂരൽ പോലത്തെ കമ്പ് കുത്തി വെച്ചിട്ടുണ്ട്. അത് വളരെ ദൂരമാണ്, ചിലപ്പോൾ നമുക്ക് കാണാനേ പറ്റത്തില്ല. അപ്പം ഹാരി ലെഫ്റ്റ് എടുക്കേണ്ടതിന് വരെ റൈറ്റ് എടുത്ത് ക്യാമ്പ് 2 നടന്നു. അപ്പം ആ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് 5 മണിക്കൂർ നടന്നിട്ട് ഞങ്ങൾക്ക് ക്യാമ്പ് 2 എത്താൻ പറ്റിയില്ല. മാത്രമല്ല പല കുഴികളിലൊക്കെ വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവരെല്ലാം പാനിക്കായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ക്യാമ്പ് 1 തന്നെ കിടന്നു. ആ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഈ ഹാരി ഞങ്ങളുടെ റോപ്പ് സ്പ്ലിറ്റ് ചെയ്തത്. ക്യാമ്പ് 1 രണ്ടാമത്തെ നൈറ്റ് കിടന്ന ശേഷം അടുത്ത ദിവസം വീണ്ടും ഞങ്ങൾ ക്യാമ്പ് 2 പോകാനുള്ള ശ്രമത്തിലാണ്. ക്യാമ്പ് 2 നമ്മൾ ക്യാമ്പ് 1 നിന്ന് പോകുന്നു. ക്യാമ്പ് 2 പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാമ്പ് 2 നമ്മൾ രാത്രി സ്റ്റേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് റേഞ്ചർ ഓഫീസ് ആദ്യമേ പറഞ്ഞു. കാരണം എല്ലാ ക്യാമ്പുകളിലും ക്യാമ്പ് 2 പ്രത്യേകതയുണ്ട്. ക്യാമ്പ് 2 വെതർ ഏറ്റവും പെട്ടെന്ന് മോശമാകുന്ന വെതർ ക്യാമ്പ് 2 അപ്പോൾ ക്യാമ്പ് 2 സ്റ്റേ ചെയ്യാതെ നിങ്ങൾ ക്യാമ്പ് 3 പൊക്കോളാനാണ് ഈ പറയുന്ന റേഞ്ചറിൻ്റെ ഉപദേശം കിട്ടിയത്. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തു. ക്യാമ്പ് 1 നിന്ന് വിട്ട് ഡയറക്റ്റ് ക്യാമ്പ് 3 പോയി സ്റ്റേ ചെയ്യത്തുള്ളൂ. പക്ഷേ ആ റേഞ്ചർ പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പ് 2 അടുത്ത് ഞങ്ങൾ എത്താറായപ്പോഴത്തേനും ആ വെതർ ഭയങ്കര മോശമായി. ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല, ഫുൾ വൈറ്റ് ഔട്ട്. ഇപ്പം ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം ഞങ്ങൾ നമ്മുടെ ടെൻ്റ് ഉണ്ടല്ലോ, ടെൻ്റ് പിച്ച് ചെയ്തു. ടെൻ്റ് പിച്ച് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വഴി നമ്മൾ ആ ടെൻ്റ് പിച്ച് ചെയ്യുന്ന സ്ഥലമായി നമ്മൾ കണ്ടുപിടിക്കണം. വിൻ്റർ ക്യാമ്പിംഗ് ആണ്. വിൻ്റർ ക്യാമ്പിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. എവറസ്റ്റിൽ പോലും നമുക്ക് ക്യാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം ഷെർപ്പന്മാരാണ് ചെയ്തു തരുന്നത്. ആദ്യം നമ്മൾ പോയിട്ട് സ്ഥലം കണ്ടുപിടിക്കണം. സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് ചവിട്ടി മെതിച്ച് അതൊരു ഈവനായിട്ടുള്ളൊരു പ്ലേസ് ആക്കി മാറ്റണം. അതിനുശേഷം ഈ ഷവൽ കൊണ്ട് അതിന് 4 വശവും നമുക്കൊരു ചെറിയൊരു ഭിത്തി പോലെ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ കാറ്റടിച്ച് നമ്മുടെ ടെൻറ്റ് പറന്നു പോകും. ഇതെല്ലാം ഉണ്ടാക്കിയ ശേഷം മാത്രമേ നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എന്ത് പറഞ്ഞാലും ഒരു 1.5-2 മണിക്കൂർ എടുക്കും ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പുതിയ സ്ഥലത്ത് പോയിട്ട് ടെൻറ്റ് പിച്ച് ചെയ്യണമെങ്കിൽ. എന്നിട്ട് മാത്രമേ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ വെള്ളം ചൂടാക്കി നമുക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ വെള്ളം ചൂടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് വെള്ളം ചൂടാക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ പ്രൈമസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്യൂവലാണുള്ളത്, ഐസോപ്രോപ്പൈൻ ഫ്യൂവലാണുള്ളത്, ഈ പറഞ്ഞ തണുപ്പത്ത് കത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബർണറുണ്ട്. ആ ബർണറിലാണ് നമ്മളിത് കത്തിക്കുന്നത്. ഇതൊരു കോമ്പാക്റ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ബർണറിന് ഒരു ലൈറ്ററുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്. ക്യാമ്പ് 2 എത്തിയപ്പോൾ ഞങ്ങളുടെ ബർണർ കത്തുന്നില്ല. ബർണർ കത്തിയില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഭക്ഷണം കുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എക്സ്പെഡീഷൻ ക്യാൻസലാവും. അപ്പോൾ സുബീർ ബക്ഷി പറഞ്ഞു, എൻ്റെ ഒരു ലാമ്പുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, നീ ലാമ്പ് കൊണ്ടുവന്നില്ലേ? ഞാൻ പറഞ്ഞു, ലാമ്പ് കൊണ്ടുവന്നില്ല, എനിക്ക് ഫ്ലൈറ്റിൽ ലാമ്പ് കയറ്റാൻ പറ്റിയില്ല. അയാളുടെ ഒരു ലാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ലാമ്പ് ഇങ്ങനെ ചെസ്റ്റിനകത്ത് വെച്ചിട്ടുണ്ട്. ആ ലാമ്പ് പുറത്തെടുത്തു. ആ ലാമ്പ് ഉരച്ച് കത്തുന്ന ലാമ്പാണ്. നമ്മുടെ മറ്റേ ടിക് എന്ന് കേൾക്കുമ്പോൾ ലാമ്പ് അവിടെ കത്തത്തില്ല. ഉരച്ച് കത്തുന്ന ലാമ്പ് മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉരച്ച് കത്തിച്ചു. 1 കത്തിയില്ല, 2 കത്തിയില്ല, 3 കത്തിയില്ല, 4-ാമത്തെ 5-ാമത്തെ കത്തി, ഭാഗ്യം. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു, ആ ലാമ്പിങ് തന്നേക്ക്, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം ആ ലാമ്പിലാണ് ശരിക്കും ഞങ്ങളുടെ ഈ എക്സ്പെഡീഷൻ മുന്നോട്ട് പോകുമോ ക്യാൻസൽ ആവുമോ എന്നുള്ള തീരുമാനം നിൽക്കുന്നത്. ആ ലാമ്പിൻ്റെ ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പെഡീഷൻ്റെ ഗ്യാസും തീരും. കാരണം വേറൊന്നും നമുക്ക് കത്തിക്കാനില്ല. അപ്പുറത്തെ ടെൻറ്റുകാരൻ നമുക്ക് തരത്തില്ല, അവരുടെ ഒരിക്കൽ ലൈറ്റർ നമുക്ക് തരത്തില്ല. കാരണം നമ്മുടെ തരുന്ന കൂട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ അയാളുടെ എക്സ്പെഡീഷൻ ക്യാൻസലാവും. അപ്പം ആ ഒരു ലൈറ്ററിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഈ പറയുന്ന ഞാനാണ് പോയിട്ട് ഫ്രഷ് ഐസ് കണ്ടുപിടിക്കുന്ന ആൾ. സുബീർ ബക്ഷിയെ നമ്മൾ ആദ്യം ടെൻറ്റിനകത്ത് കയറ്റി വിടും. ടെൻറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻഫ്ലേറ്റബിൾ മാറ്റുണ്ട്, അതാദ്യം ഒരു 15 മിനിറ്റ് പിടിക്കും, ഊതി വീർപ്പിച്ച് നമ്മൾ നിരത്തിയിടും. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ കിടക്കുന്ന വേറൊരു മാറ്റുണ്ട്, അത് വിരിക്കും. അതിൻ്റെ മുകളിലാണ് സ്ലീപ്പിംഗ് ബാഗ് വിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് സുബീർ ബക്ഷി ആദ്യം കയറ്റി വിടും. സുബീർ ബക്ഷി ടെൻറ്റിനകത്ത് പുറത്തോട്ട് തല മാത്രം ഇട്ടിരിക്കും. അപ്പോൾ ഞാൻ ഐസ് കൊണ്ട് കൊടുക്കും. ഈ ഐസ് ഹണ്ട് ചെയ്യാൻ പോകണം. ഐസ് ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ യൂറിൻ ചെയ്യുന്നതും ബാക്കി എല്ലാം ചെയ്യുന്നതും ആ ഏരിയയിൽ തന്നെയാണ്. ഈ യൂറിൻ ചെയ്യാത്ത വൃത്തികേടില്ലാത്ത ഐസ് കണ്ടെത്തിക്കൊണ്ട് വന്ന് നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് ദൂരം നടന്നു പോയി ആൾക്കാർ ക്യാമ്പ് ചെയ്തിട്ടില്ലാത്ത സ്ഥലത്തു നിന്ന് ഐസ് ഒരു
ഷവലിനകത്ത് എടുത്ത് ഒരു കവറിനകത്തൊക്കെ ആക്കി വേണം കൊണ്ടുവരാൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ മിനിമം ഒരു 3-4 പാത്രത്തിലുള്ള ഐസ് ഉരുക്കിയാൽ മാത്രമേ 1 ലിറ്റർ വെള്ളം കിട്ടത്തുള്ളൂ. കാരണം ഈ ഐസിന് ഡെൻസിറ്റി കുറവാണ്. ഇത് പുതിയതായിട്ട് വീഴുന്ന മഞ്ഞിൽ നിന്ന് വീഴുന്ന ഐസ് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം ഉണ്ടാക്കുന്നത്. കാരണം അത് ഫ്രഷ് ആയിരിക്കും. പിന്നെ താഴെയൊക്കെ ചിലപ്പോൾ ആൾക്കാരുടെ യൂറിൻ ചെയ്തൊക്കെ കാണും. ആ ഏരിയയിൽ അല്ലെങ്കിൽ പോലും ആരെങ്കിലും പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കുടിക്കേണ്ടി വരും. അപ്പോൾ ഈ ഐസ് ഹണ്ട് ചെയ്തുകൊണ്ട് വരുന്ന ആൾ ഞാനാണ്. ഐസ് ഹണ്ട് ചെയ്ത് ഞാൻ സുബീർ ബക്ഷിക്ക് കൊടുക്കും. അപ്പോൾ ഈ ഐസ് വെള്ളമാകാൻ എങ്ങനെയാണെങ്കിലും ഒരു മണിക്കൂർ പിടിക്കും തിളയ്ക്കാൻ വേണ്ടിയിട്ട്. വെട്ടി തിളയ്ക്കണം. അപ്പം ഈ വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് ഞങ്ങളൊരു സാധനം ഇടും. അതിൻ്റെ പേരാണ് സ്വിസ് മിസ്. എന്നുവെച്ചാൽ അവിടുന്ന് ഈ സ്വിസ് മിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചായപ്പൊടി പോലൊരു സാധനമാണ്. പക്ഷേ അതിനകത്ത് പാലും ബാക്കി കൊക്കോയും എല്ലാം ഉള്ളൊരു സാധനമാണ്. ഇത് ഭയങ്കര എനർജി തരുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ സ്വിസ് മിസ് എന്ന് പറഞ്ഞാൽ കവർ പൊട്ടിക്കുന്നു, 1 ലിറ്റർ വെള്ളം തിളപ്പിക്കുന്നു, ഇട്ട് കുടിക്കുന്നു. ഇത് കുടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആരോഗ്യം തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതുപോലെ വെള്ളം ഐസ് കൊണ്ടിരുന്നു, അദ്ദേഹം വെള്ളമാക്കുന്നു, സ്വിസ് മിസ് ഇട്ട് കുടിക്കുന്നു. അതിനുശേഷമാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബിരിയാണി പൊതി ഉണ്ടല്ലോ, കരിങ്കല്ല് പോലെയായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ പ്ലാസ്റ്റിക് കവറിനകത്ത് എയർ കളഞ്ഞിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ കരിങ്കല്ല് പോലെയായിരിക്കും ഈ ബിരിയാണി ഇരിക്കുന്നത്. അപ്പോൾ ഈ തിളച്ച അകത്തേക്ക് നമ്മൾ ഈ ബിരിയാണി പൊതിനകത്ത് ഇടും. അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ തണുപ്പൊന്ന് മാറും. അതിനുശേഷം ഇത് കുക്ക് ചെയ്താൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പിടിക്കും. ഇത് കുക്ക് ചെയ്തിട്ട് മീൻസ് ഇത് നമ്മൾ കുക്ക് ചെയ്ത സാധനമാണ്. ഇത് ചൂടാക്കി നല്ലപോലെ തിളക്കണം. കാരണം ഇതെല്ലാം ഐസായിട്ട് കട്ടിയായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ബിരിയാണി പൊതി പൊട്ടിച്ച് ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഈ ബിരിയാണിയുടെ മണം ഭയങ്കര മണമാണ് കേട്ടോ. കാരണം ആ ഒരു മലയിൽ ഇത്രയും ഇൻറ്റീരിയർ പോർഷനിൽ എന്താ പറയുക, ഇന്ത്യക്കാരനല്ലാതെ വേറൊരാളും ചിക്കൻ ബിരിയാണി കഴിക്കുന്ന ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ ടെൻറ്റിൽ നിന്ന് ഉണരുന്ന മണം അത്ര ഗന്ധമുള്ളതായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഐസ് എടുക്കാൻ പോയപ്പോഴാണ് ഈ ഗന്ധം ഇങ്ങനെ ആ വാലി മുഴുവൻ പരന്ന് കിടക്കുകയാണ് ചിക്കൻ ബിരിയാണിയുടെ ഗന്ധം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ആദ്യത്തെ 1-2 ദിവസം മാത്രമേ ചിക്കൻ ബിരിയാണി കഴിച്ചുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിക്കകത്ത് റൈസ് പെട്ടെന്ന് ചൂടാവും, ചിക്കൻ പെട്ടെന്ന് ചൂടാവത്തില്ല. ചിക്കൻ ഭയങ്കര തണുത്ത് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് കുറച്ചു. ചിക്കൻ ബിരിയാണി ഒരുപാട് ഞങ്ങളുടെ സ്റ്റോർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാജ്മാ ചാവൽ എന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കിക്കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് എന്താ പറയുക ഈക്വലായിട്ട് ഒരേ സമയത്ത് തന്നെ എല്ലാ ഭാഗത്തും ചൂടെത്തുകയും കഴിക്കാൻ പറ്റുകയും ചെയ്തതാണ്. പിന്നെ ഞങ്ങളുടെ ഭക്ഷണം രാജ്മാ ചാവലും ഈ പറയുന്ന സ്വിസ് മിസ്സും ആയിരുന്നു മുകളിലോട്ട്. അപ്പോൾ ക്യാമ്പ് 2-ൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു. ഒരു നൈറ്റായി. റേഞ്ചർ പറഞ്ഞ പോലെ തന്നെ വെതർ വളരെ മോശമായിരുന്നു. ആ രാത്രി 8 മണിക്ക് ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടും അടുത്ത ദിവസം വെതർ എന്താണെന്ന് ഈ ഗ്യാബി പറയുന്നത് കേൾക്കാൻ പറ്റിയില്ല. കാരണം ഈ റേഡിയോയിൽ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, പലർക്കും കിട്ടുന്നില്ല. ചാനൽ 1 ആണ് ഈ പറയുന്ന എമർജൻസി, ഈ ഗ്യാബിയുടെ ചാനൽ. ആ ചാനൽ വെച്ച് ഞങ്ങൾ 7:30 7:45 മുതൽ ഇരിക്കും. 8:15 ഒന്നും കേൾക്കത്തില്ല. പക്ഷേ 8 മണിക്ക് വരെ എന്തോ പറഞ്ഞിട്ട് പോകും. ഇപ്പം ഞങ്ങളുടെ ടെൻറ്റിന് തൊട്ടപ്പുറത്ത് ഒരു ജപ്പാൻകാരൻ്റെ ടെൻ്റ് ഉണ്ട്. ഞാൻ എവറസ്റ്റിൽ പോയ കെഞ്ചി എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. മിറ്റ്സുസാൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, മിറ്റ്സു. ഇദ്ദേഹം ഭയങ്കര സഹൃദയനാണ്. ഇദ്ദേഹവും വേറൊരു ഫ്രണ്ടും കൂടെയാണ്. 2 ജപ്പാൻകാരാണ് ഈ പറയുന്ന എക്സ്പെഡീഷന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ടെൻറ്റ് തൊട്ടടുത്തുണ്ടാക്കും. ടെൻറ്റിൻ്റെ കൂടെ ഒരു കിച്ചൺ ടെൻറ്റും ഉണ്ടാക്കും, ഇരിക്കാൻ പറ്റുന്ന കിച്ചൺ ഉള്ളത്. ഇവർ ഭൂമി തുറന്ന് ഒരു സർക്കിൾ രീതിയിൽ ഇതെല്ലാം ഐസൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ടെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇവർ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ജപ്പാനീസ് ഡ്രിങ്ക് ഉണ്ട്. ജപ്പാൻ്റെ ഒരു മദ്യമുണ്ട്, വാറ്റാണ്. ഈ വാറ്റ് ഇവിടെ വന്നിട്ട് കുടിക്കലാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി. അപ്പം നമ്മളെയും കുടിക്കാൻ ക്ഷണിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും പോകത്തില്ല. കാരണം മൗണ്ടനിൽ ഈ വാറ്റ് കുടിച്ച് തലകറങ്ങി വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്സ്പെഡീഷൻ ക്യാൻസൽ ആവും. പക്ഷേ ഈ മിറ്റ്സുസാൻ്റെ കയ്യിൽ വേറെ കുറേ സാധനങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാരോമീറ്റർ, എന്താ പറയുക, ഈ പ്രഷർ റീഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ സാറ്റലൈറ്റ് ഫോണുണ്ട്. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം വെതർ കൃത്യമായിട്ടും പ്രെഡിക്റ്റ് ചെയ്ത് പറയും. ഇദ്ദേഹം പറയും 2 ദിവസത്തേക്ക് ഇനി വെതർ മോശമായിരിക്കും, മേളിലോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇതിന് ശേഷം മിറ്റ്സുസാനെ പിന്തുടരാൻ തുടങ്ങി. മിറ്റ്സുസാൻ ഭയങ്കര സ്പീഡിലൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ മുന്നിലും പോകുമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ടെൻറ്റ് പ്രത്യേകം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഒരു ഫണൽ ഷേപ്പിലുള്ള ടെൻറ്റാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത് എവിടെ പോയി കഴിഞ്ഞാലും. ഇപ്പോൾ ജീവികളൊക്കെ മാള ഉണ്ടാക്കുന്നത് പോലെ ഇവർ ഉണ്ടാക്കുന്ന ടെൻറ്റിനും പ്രത്യേകതയുണ്ട്. ഈ മാള ഉണ്ടാക്കുന്ന ടെൻറ്റിൻ്റെ അടുത്ത് പോയിട്ടായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ചോദിക്കണമെങ്കിൽ മിറ്റ്സുസാൻ്റെ അടുത്ത് പോയാൽ മതി. ഏത് രാത്രി പോയി കഴിഞ്ഞാലും മിറ്റ്സുസാൻ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരും. ഭയങ്കര സ്നേഹത്തോടു കൂടി 100% ആത്മാർത്ഥതയോടുകൂടി പുള്ളിക്കാരൻ നമുക്ക് ഇൻഫർമേഷൻ തരും. പുള്ളിക്കാരൻ ടെൻറ്റിലൊക്കെ വിളിച്ചുകൊണ്ട് പോകും. പുള്ളിക്കാരൻ്റെ പ്രശ്നം വെച്ചാൽ പുള്ളിക്കാരൻ്റെ കൂടെ വന്ന ആ ഒരു എന്താ പറയുക, ജപ്പാൻകാരന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. AMS ഒക്കെ ആയിട്ട് ഒരു 3-4 ദിവസം പുള്ളിക്കാരന് ക്യാമ്പ് 2-ൽ സ്റ്റേ ചെയ്യേണ്ട വന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ ക്യാമ്പ് 2 വിട്ട് വരുന്നില്ല, നിങ്ങൾ നാളെ പൊക്കോളാൻ പറഞ്ഞു. നാളെ നല്ല വെതറായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സുബീർ ബക്ഷിയും അടുത്ത ദിവസം പോകാൻ തീരുമാനിച്ചു. ഈ ഹാരിയും നാവും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ കയ്യിലുള്ള പകുതി സാധനങ്ങൾ ക്യാമ്പ് 3 കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ട് തിരിച്ച് ക്യാമ്പ് 2 വരാൻ വേണ്ടി പോയി. ക്യാഷിങ്ങിന് പോയി. ഞങ്ങൾ എന്താ ചെയ്യും, ഞങ്ങൾ മൊത്തം സാധനങ്ങളും എടുത്ത് ക്യാമ്പ് 3 പോവാം. അപ്പോൾ ഈ പോകുന്ന വഴി കഠിനമായിട്ടുള്ള വഴിയാണ്. നല്ല 40 ഡിഗ്രി സ്റ്റീപ്പ് വഴിയാണ് ഈ പറയുന്ന ക്യാമ്പ് 2 ക്യാമ്പ് 3 പോകാൻ വേണ്ടിയിട്ട്. നല്ല ദൂരം നടക്കാനുമുണ്ട്. വെറുതെ നടക്കുകയല്ല. നടക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 50-60 കിലോയുടെ സ്ലെഡ്ജ് നമ്മൾ വലിക്കണം. ഒരു 20-30 കിലോ ബാക്ക് പാക്കിൽ നമ്മൾ തൂക്കണം. അപ്പം നടന്ന് പതുക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. സുബീർ ബക്ഷിയുടെയും പുറകിൽ ഈ സ്ലെഡ്ജുണ്ട്, എൻ്റെ പുറകിൽ സ്ലെഡ്ജുണ്ട്. മാത്രമല്ല സ്ലെഡ്ജിൻ്റെ വെയിറ്റ് കൂടി വരും. കാരണം നമ്മുടെ ഈ പൂപ്പ് നമ്മൾ ഇതിനകത്ത് തന്നെ ഇടണമല്ലോ. നമുക്ക് എങ്ങും പോയിട്ട് പൂപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പൂപ്പ് നമ്മൾ ഈ CMC ക്യാനിനകത്ത് സൂക്ഷിക്കണം. അപ്പോൾ ഈ വെയിറ്റ് ക്രമേണ കൂടി വരും. ഭക്ഷണത്തിൻ്റെ വെയിറ്റ് കുറയുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടത് വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷേ നമുക്ക് മലയിലോട്ട് ഇത് വലിച്ചു കയറ്റാൻ വലിയ പാടാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്നോ ഷൂ ആണെങ്കിൽ ഇത് എപ്പോഴും ഊരിപ്പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഫ്രണ്ടിൽ ഞാനാണ് പോയിക്കൊണ്ടിരുന്നത്, പുറകിൽ സുബീർ ബക്ഷിയാണ്. ഞങ്ങൾ തമ്മിൽ റോപ്പ് ചെയ്തിട്ടുണ്ട്. റോപ്പിൻ്റെ ബാക്കി വരുന്നതെല്ലാം കൂടെ സുബീർ ബക്ഷി കഴുത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ക്യാമ്പ് 3 എത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് സുബീർ ബക്ഷി ഭയങ്കര കാറ്റടിക്കുക. ഒരു സ്ലോപ്പാണ്, ഭയങ്കര സ്ലോപ്പാണ്. ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുക. സുബീർ ബക്ഷി പറഞ്ഞു, ഇനി എന്നോട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്കിനി അനങ്ങാൻ പറ്റത്തില്ല. കാരണം അങ്ങേരും 50 വയസ്സുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരനും ഈ സ്ലെഡ്ജ് വലിക്കുന്നുണ്ട്, ഞാനും സ്ലെഡ്ജ് വലിക്കുന്നുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വലിക്കുന്നത്, പുള്ളിക്കാരൻ അതിലും കഷ്ടപ്പെട്ടാണ് വലിക്കുന്നത്. പുള്ളിക്കാരൻ വലിച്ച് പറഞ്ഞു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാ ഈ ഒരു അരമണിക്കൂറിലുള്ള മേളിലോട്ട് നിങ്ങൾ വാ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ഒട്ടും അനങ്ങാൻ വയ്യ, എനിക്കിത് കുന്തം വലിക്കാനേ പറ്റുന്നില്ലെന്ന് പുള്ളിക്കാരൻ ഹിന്ദിയിൽ എന്നോട് പറഞ്ഞു. നിലവിളിച്ചാണ് പറഞ്ഞത്. കാരണം 30 മീറ്റർ പുറയിലാണ്, അല്ലെങ്കിൽ 25 മീറ്റർ പുറയിലാണ് നിൽക്കുന്ന പുള്ളിക്കാരൻ. ഞങ്ങൾ ആ റോപ്പിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അടുത്തടുത്ത് വരാൻ പറ്റത്തില്ല. ആ റോപ്പിൽ നമുക്ക് കുറച്ച് ടൈറ്റായിട്ടേ റോപ്പ് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരൻ പറയുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ ആങ്കർ ചെയ്ത് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ച് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി. സ്ലോപ്പിലാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കിത് ക്യാരി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചു പോകാമല്ലോ. ഞാൻ പറഞ്ഞു, തിരിച്ചു പോകുക നടക്കത്തില്ല എന്നാ, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു, അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പിലെത്തും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കിത് തൂക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇത് വെക്ക്, ആരും എടുക്കാൻ പോകുന്നില്ല. ഭയങ്കര കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഇതവിടെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ മഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ, ഈ സ്ലെഡ്ജിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ തട്ടി അവിടെ ഇങ്ങനെ കൂമ്പാരം ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ സ്ലെഡ്ജ് വലിച്ചു, പുള്ളിക്കാരൻ സ്ലെഡ്ജ് വലിക്കാതെ പുള്ളിക്കാരൻ്റെ ബാഗ് മാത്രം എടുത്തുകൊണ്ട് ക്യാമ്പ് 3 പോയി. ക്യാമ്പ് 3 പുള്ളിയോട് ഞാൻ പറഞ്ഞു, റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ സ്ലെഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. 1 മണിക്കൂർ എൻ്റെ പോയി. കാരണം വെച്ചാൽ 15 മിനിറ്റ് താഴോട്ട് നടക്കാനുള്ളതിലും ഒരു 45 മിനിറ്റ് എടുത്ത് പിടിച്ച് വലിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വലിച്ചുകൊണ്ട് ക്യാമ്പ് 3 ക്യാമ്പ് 3 പുള്ളിക്കാരൻ പറഞ്ഞു, ഇനി എനിക്കിത് വലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് 2 പേരില്ലാതെ ഈ എക്സ്പെഡീഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് പോകാൻ വലിയ പാടാണ്. കാരണം ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മറ്റേ ഹെൽപ്പ് ചെയ്യണം. പിന്നെ എന്ത് സംഭവിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്ക് പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. 4 പേരായിരുന്നു, ഞങ്ങൾ 2 പേരായി. ഇപ്പോൾ അങ്ങേർക്കും കൂടെ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പെഡീഷൻ ക്യാൻസൽ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ സ്ലെഡ്ജ് ഇവിടെ കുഴിച്ചിട്, എന്നിട്ട് അത്യാവശ്യമുള്ള സാധനം മാത്രം നിങ്ങൾ പുറത്തെടുക്കുക, നിങ്ങളുടെ ബാക്ക് പാക്കിലെടുക്കുക, ബാക്കി സാധനങ്ങളൊക്കെ എൻ്റെ ബാഗിൽ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു എന്താ പറയുക, ഒരു ശവപ്പെട്ടി കുഴിക്കുന്ന വലിയ കുഴി എടുത്തു. കാരണം അത്ര നീളമുണ്ട് ഈ സ്ലെഡ്ജിന്. എന്നിട്ട് ഈ സ്ലെഡ്ജ് 2 മീറ്റർ താഴെ ഞങ്ങൾ കുഴിച്ചിട്ടു. പുള്ളിക്കാരൻ്റെ വലിയ മൗണ്ടൻ ഹാർഡ്വെയറിൻ്റെ ഡഫിൾ ബാഗിനകത്ത് പുള്ളിക്കാരൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടു. അതെല്ലാം കുഴിച്ചിട്ടു. അത്യാവശ്യം ഭക്ഷണങ്ങൾ ഞങ്ങളവിടെ കുഴിച്ചിട്ടു ക്യാമ്പ് 3. അതിനുശേഷം ബാക്കി വന്ന സാധനങ്ങളും ഈ പറയുന്ന ടെൻറ്റും എല്ലാം എൻ്റെ സ്ലെഡ്ജിലേക്ക് മാറ്റി. എൻ്റെ സ്ലെഡ്ജ് ഭയങ്കര ഹെവിയായി. പക്ഷേ വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തുമില്ല. കാരണം പുള്ളിക്കാരനെ വലിക്കാൻ വയ്യ, വളരെ സീരിയസ് ആയിട്ടാണ്. പുള്ളിക്കാരന് പുറം വേദനയായി. പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പുള്ളിക്കാരൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു. അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗ് പോലുള്ള സാധനങ്ങൾ പുള്ളിക്കാരൻ്റെ ബാഗിലിട്ടു. അപ്പം ഈ ക്യാമ്പ് 3 ക്യാമ്പ് 4 യാത്ര ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള യാത്ര. ഒന്ന് മോട്ടോർ സൈക്കിൾ ഹിൽ എന്ന് പറയും. മോട്ടോർ സൈക്കിൾ ഹില്ലാണ് ക്യാമ്പ്
3 കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹില്ല്, അതൊരു ഭയങ്കര ഹില്ലാണ്. ആ ഹില്ലിന് പേര് മോട്ടോർ സൈക്കിൾ ഹിൽ എന്നാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം സ്ക്യൂറൽ ഹിൽ എന്ന് പറഞ്ഞ സ്ഥലം, സ്ക്യൂറൽ ഹിൽ. ആ മോട്ടോർ സൈക്കിൾ ഹില്ല് കവർ ചെയ്തിട്ട് സ്ക്യൂറൽ ഹിൽ നമ്മൾ കയറും. ഈ സ്ക്യൂറൽ ഹിൽ കയറി നമ്മൾ എത്തുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പോളോ ഫീൽഡ്. പോളോ ഫീൽഡ് കഴിഞ്ഞ്, പോളോ ഫീൽഡ് എന്ന് വെച്ചാൽ പോളോ കളിക്കാൻ പറ്റിയൊരു ഫീൽഡ്, അത്രയ്ക്ക് വലിയൊരു പ്രദേശമാണത്. അതും കഴിഞ്ഞ് നമ്മൾ വിൻഡി കോർണർ എന്ന് പറഞ്ഞ സ്ഥലം ക്രോസ് ചെയ്യും. വിൻഡി കോർണർ വെച്ചാൽ ഒരു മലയുടെ ഒരു സൈഡിൽ കൂടെ നമുക്ക് പോകേണ്ടത്, വളരെ നാരോ ആയിട്ടുള്ള സ്ഥലത്ത്. അവിടെ ഭയങ്കര വിൻഡാണ്, ഏറ്റവും കൂടുതൽ വിൻഡ് അവിടെയാണ് വരുന്നത്. അവിടുത്തെ വിൻഡ് ഭയങ്കരമാണെങ്കിൽ ആ ആരും യാത്ര ചെയ്യത്തില്ല, കാരണം അതൊരു കടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വിൻഡി കോർണറും കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്യാമ്പ് 4 എത്താൻ പറ്റത്തുള്ളൂ. ഈ എക്സ്പെഡീഷനിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, കാരണം ഇത്രയും വെയിറ്റും വലിച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്ഥലം ക്യാമ്പ് 3 നിന്ന് ക്യാമ്പ് 4 ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനുശേഷം ഡിഫിക്കൽട്ടായുള്ള പോർഷൻ ഉണ്ട്, പക്ഷേ ഈ സ്ലെഡ്ജ് വലിച്ചുകൊണ്ട് പോകണ്ട. സ്ലെഡ്ജ് നമുക്ക് ക്യാമ്പ് 4 വരെ കൊണ്ടുപോയാൽ മതി. അപ്പം എൻ്റെ സ്ലെഡ്ജിനകത്ത് ഇരട്ടി വെയിറ്റാണ്. ഈ സുബീർ പക്ഷിയുടെ വെയിറ്റും കൂടെ സാധനങ്ങളുടെ വെയിറ്റും കൂടെ വെച്ചുകൊണ്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ അന്ന് രാത്രി അവിടെ താമസിച്ചപ്പോഴത്തേന് അടുത്ത ദിവസം രാവിലെ ഈ പറയുന്ന ഹാരി നാവും അവിടെ എത്തി, അവരും അവിടെ ടെൻഡ് ചെയ്തു. അടുത്ത ദിവസം ഹാരി നാവും ക്യാമ്പ് 4 സാധനങ്ങൾ കൊണ്ട് കുഴിച്ചിട്ടിട്ട് ക്യാമ്പ് 3 വരാനുള്ള പ്ലാനാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്കൊന്നും കൊണ്ട് കുഴിച്ചിട്ട് തിരിച്ച് വരാനില്ല. ഞങ്ങൾ ഇതെല്ലാം കൂടെ വലിച്ചുകൊണ്ട് പോകാനുള്ള പദ്ധതിയിലാണ്. വലിക്കുന്ന മൊത്തം ഞാനാണ്. അപ്പോൾ ഈ മോട്ടോർ സൈക്കിൾ ഹില്ല് കയറുമ്പോൾ ഉണ്ടല്ലോ, ഓരോ കാല് മുന്നോട്ട് വെക്കുമ്പോൾ എൻ്റെ ഈ സാധനം, എൻ്റെ ഈ പറയുന്ന സ്ലെഡ്ജ് എന്നെ പുറകിലേക്ക് വലിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് ഞാൻ അലറുമായിരുന്നു. അത്ര അലറിയിട്ടാണ് ഞാൻ, വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ധനാലിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ല, 24 മണിക്കൂർ അവിടെ പകലായിരുന്നു. കാരണം അവിടുത്തെ സമ്മർ സീസണിലാണ് പോയത്. രാത്രി എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. ഏകദേശം 11:30 സൂര്യൻ അസ്തമിക്കുമെന്ന് പറയുന്നു, രാവിലെ 4:30 ഉദിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എപ്പോഴും പ്രകാശമുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഈ രാത്രി എന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് തണുപ്പ് കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് ഏത് സമയത്ത് യാത്ര ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, കൊടുങ്കാറ്റില്ലെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 2 മണിയായപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഐസ് ഹണ്ട് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം തിളപ്പിച്ചു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ടെൻറ്റ് ഡിസ്മാൻഡിൽ ചെയ്തപ്പോഴത്തേന് ഉച്ചയായി. അപ്പോൾ ഞാൻ സുബീർ പക്ഷിയും കൂടെ ഉച്ചയ്ക്ക് നടക്കാൻ തീരുമാനിച്ചു ക്യാമ്പ് 4ലേക്ക്. അപ്പോൾ മോട്ടോർ സൈക്കിൾ ഹില്ലിൽ ഞങ്ങൾ നടന്നു കയറുകയാണ്. ഓരോ കാലടി വെക്കുമ്പോൾ ഞാൻ അലറിക്കൊണ്ടാണ് മേളിലേക്ക് കയറുന്നത്. കാരണം ആ വേദന, ആ വെയിറ്റ് എനിക്ക് മേളിലോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഞാൻ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ ഞാൻ പുറകിലേക്കാവും, ആ ഒരു വെയിറ്റ് എന്നെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ സുബീർ പക്ഷിയും കൂടെ നടന്നു, കയറി മോട്ടോർ സൈക്കിൾ ഹില്ല് വളരെ കഷ്ടപ്പെട്ട് കയറി. അതിനുശേഷം സ്ക്യൂറൽ ഹില്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മോട്ടോർ സൈക്കിൾ ഹില്ല് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ഹില്ലാണ്. അപ്പോൾ നമ്മുടെ പുറകിൽ തന്നെ ഈ സ്ലെഡ്ജ് വന്നോളും. പക്ഷേ സ്ക്യൂറൽ ഹില്ല് സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ വളഞ്ഞുള്ള ഹില്ലാണ് സ്ക്യൂറൽ ഹില്ല്. അതുകൊണ്ടായിരിക്കും അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്ലെഡ്ജ് താഴേക്ക് പോകും, മനസ്സിലായോ? നമ്മുടെ പുറകിൽ, നമ്മുടെ ബാഗിലാണ് ഈ സ്ലെഡ്ജ് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പുറകിലേക്ക് പോയി കഴിയുമ്പം ഇത് വലിയ കുഴിയിലേക്കാണ് പോകുന്നത്, ഈ സ്ലെഡ്ജ്. അപ്പോൾ ആ സ്ലെഡ്ജ് നമുക്ക് കൺട്രോൾ ചെയ്യണം. ഈ സ്ലെഡ്ജ് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം സാധനങ്ങളും കുഴിയിലേക്കാണ് പോകുന്നത്, അഗാധമായ ഗർത്തത്തിലേക്ക് പോകും. എക്സ്പെഡീഷൻ ക്യാൻസൽ ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ മരിച്ചും പോകും. കാരണം നമ്മുടെ എക്യുപ്മെൻറ്റ്സും ഭക്ഷണമൊക്കെ അതിനകത്താണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരുപാട് പാടുപെട്ടു, ഞാൻ സുബീർ പക്ഷി. പോകുന്നവരൊക്കെ പാടുപെട്ടു. കാരണം ഈ സ്ലെഡ്ജ് നമ്മുടെ പുറകിൽ ലെവലായിട്ട് കയറി വരുന്നില്ല. ഇത് നമ്മൾ വേറെ കമ്പനിയുടെ ടീംസൊക്കെ അപ്പോൾ അതുവഴി പോകുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ഗൈഡഡ് എക്സ്പെഡീഷൻസിന് ആൾക്കാർ. അവരും ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നത് വെച്ചാൽ 2-3 സ്ലെഡ്ജൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ഫ്രണ്ടിൽ പോകുന്ന ആൾ ഒരറ്റം പിടിക്കും, മറ്റേ പുറകിൽ വരുന്ന ആൾ അറ്റം പിടിക്കും. അങ്ങനെ അവർ വളരെ പ്രിസൈസ് ആയിട്ടാണ് ഇത് പല റീജിയൻസ്, പല ഏരിയാസ് വരെയും കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഞാൻ മാത്രമേ വലിക്കുന്നുള്ളൂ. സുബീർ പക്ഷിയുടെ പുറത്ത് ഈ സ്ലെഡ്ജ് ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ സുബീർ പക്ഷി ഞാനും കൂടെ വളരെ ശ്രദ്ധിച്ച് ഈ സ്ലെഡ്ജ് വലിച്ച് പോളോ ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറ്റി. പോളോ ഫീൽഡ് പറഞ്ഞല്ലോ, വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. പോളോ ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിറയെ ക്രിവാസുകളാണ്, ഹിഡൻ ക്രിവാസുകളാണ്. അപ്പോൾ ആ ഒറ്റ പാതയിൽ കൂടെ മാത്രമേ പോകാവൂ. ചെറിയ ഈ പറഞ്ഞ വാൺസ് വെച്ചിട്ടുള്ളൊരു ചെറിയ വഴിയുണ്ട്, ആ വഴി കൂടെ മാത്രമേ നമ്മൾ നടക്കാവൂ. ആ വഴി പോലും നമുക്ക് കൃത്യമായിട്ട് കാണത്തില്ല, നമുക്കറിയാം. ഒരുപാട് പേര് നടന്നു പോയിട്ടുള്ളത് കൊണ്ട് അവിടെ ഐസ് കട്ടിയായിട്ട് പിടിച്ചിട്ടില്ല, നമുക്കറിയാൻ പറ്റും. അവിടെ എത്തിയപ്പം രാത്രി 11 മണിയായി. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, പകല് പോലെ നിൽക്കുകയാണ്. പക്ഷേ സുബീർ പക്ഷി വളരെ ക്ഷീണിതനായി. സുബീർ പക്ഷി പറഞ്ഞു, ഇനി ഒരടി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ സുബീർ പക്ഷി പറഞ്ഞു, ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, വേറെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ സ്റ്റേ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഭയങ്കര കാറ്റുള്ള ഏരിയ ആണ്, അവിടെ അങ്ങനെ ആൾക്കാർ സ്റ്റേ ചെയ്യാറില്ല. ക്യാമ്പ് 4 പോയിട്ട് സ്റ്റേ ചെയ്യാറില്ല. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സാധനം, അതുകൊണ്ട് 4 വശത്തോറും കാറ്റടിച്ചുകൊണ്ടിരിക്കുക. അപ്പം പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഇവിടെ സ്റ്റേ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, കാരണം ഇത് ക്രിവാസസ് ഒക്കെ ഉള്ള ഏരിയ ആണെന്നാണ് പറയുന്നത്. നമുക്ക് ക്രിവാസ് ഒന്നും പെട്ടെന്ന് നമുക്ക് കണ്ണിൽ കാണത്തില്ല കേട്ടോ.
ക്രിവാസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വലിയ കുഴികളാണ്. ആ കുഴികളുടെ മണ്ടയ്ക്ക് ചെറിയ ഐസ് എൻ്റെ ചെറിയൊരു പാളി വന്നിട്ട് ഇത് മറഞ്ഞു നിൽക്കും. അപ്പം നമ്മൾ നടന്നു പോയി കഴിഞ്ഞാലും ചിലപ്പോൾ അറിയത്തില്ല, വീണ് കഴിയുമ്പോൾ അറിയത്തുള്ളൂ. അപ്പം സുബീർ ബക്ഷിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോർണറിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. അപ്പം അങ്ങോട്ട് പോവാണ്. മഞ്ഞല്ല, അവിടെ നമുക്ക് നടക്കുമ്പോൾ അറിയാൻ പറ്റും. ബ്ലൂ ഐസും ഈ പറയുന്ന ഫ്രജൈലായിട്ടുള്ള ഐസൂടെ മിക്സ് ചെയ്തുള്ള സ്ഥലമാണത്. നടക്കുമ്പോൾ അറിയാൻ പറ്റും. ഞങ്ങൾ ക്രാംബോൺസ് ഇട്ടാണ് പോകുന്നത്. ആ സ്നോ ഷൂവിൻ്റെ പ്രശ്നം തീർന്നു. ക്യാമ്പ് 3 എത്തിയതോടുകൂടി ഈ സ്നോ ഷൂവും ഞങ്ങൾ സുബീർ ബക്ഷിയുടെ സാധനങ്ങളുടെ കൂടെ ആ ശവക്കുഴിയിലിട്ട് ഞങ്ങൾ മൂടി. ശവപ്പെട്ടി പോലെ കുഴിയെടുത്തെന്ന് പറഞ്ഞില്ലേ, അതിനകത്തിട്ട് മൂടി. അപ്പോൾ അതുകൊണ്ട് സ്നോ ഷൂവിൻ്റെ പ്രശ്നം അവിടെ തീർന്നു. അതിനുശേഷം ക്രാംബോൺസ് ഇട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്രാംബോൺസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ഐസിൽ ഇവൻ കൊടും ഭീകരനാണ്. ബ്ലൂ ഐസിൽ ഇവൻ പിടിച്ചു കയറും. പക്ഷേ സ്നോ വന്നു കഴിഞ്ഞാൽ ഇവന് പോകാൻ പറ്റത്തില്ല, നമ്മുടെ കാല് താന്നു പോകും. ഈ ക്യാമ്പ് 4 സ്കുറൽ ഹില്ലിൻ്റെ മുകളിലോട്ട് നല്ല ബ്ലൂ ഐസാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടി, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാംബോൺസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫ്രജൈലായിട്ടുള്ള പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഹിഡൻ ആയിട്ടുള്ള ക്രിവാസസ്, ഇതിൻ്റെ മണ്ടയ്ക്ക് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞ് നമ്മൾ താഴേക്ക് പോകും. അത്ര മൂർച്ചയാണ് ഈ പറഞ്ഞ ക്രാംബോൺസ്. ഞാൻ പോളോ ഫീൽഡിൽ വേറെ ആരുമില്ല, രാത്രി 11 അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആരുമില്ല, ഞാൻ സുബീർ ബക്ഷി മാത്രം. നല്ല കാറ്റടിക്കുന്നുണ്ട്. വലിയ വിസിബിലിറ്റിയുടെ വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരു സ്ഥലം ഞാൻ നടന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചു. അവിടെ ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോവാം. ക്യാമ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കാലിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ ബൂട്ട്സിൻ്റെ അടിയിലുള്ള ക്രാംബോൺസ് ഊരും. ഇല്ലെങ്കിൽ ക്രാംബോൺസ് കൊണ്ടിട്ട് നമ്മുടെ ടെൻറ്റ് കീറും. അതുകൊണ്ട് ഞാൻ ക്രാംബോൺ ഊരി വെച്ചു. സുബീർ പക്ഷേ ക്രാംബോണോടി മാറി നിൽക്കുക. ഈ ടെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, നിങ്ങൾ ടെൻറ്റ് പിച്ച് ചെയ്തുള്ളവർ കാണും. ടെൻറ്റ് നമ്മൾ വലിയൊരു കവറിനകത്തുനിന്ന് പുറത്തെടുക്കുന്നു. അപ്പോൾ ഒരുപാട് പോൾസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ടെൻറ്റിൻ്റെ കവറിങ്ങും ഒക്കെ ഉള്ളത്. സുബീർ പക്ഷി ഈ പോള് എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേന് ഭയങ്കര കാറ്റാണ്. ഒരു പോൾ അങ്ങ് പറന്നുപോയി. ഈ ഒരു പോള് പറന്നു പോയിട്ട് ഒരു കൊക്കയുടെ സൈഡിൽ പോയിട്ട് നിൽക്കുകയാണ്. സുബീർ പക്ഷി ഹിന്ദിയിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടെൻറ്റ് പിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ടെൻറ്റ് പിച്ച് ചെയ്തിൽ നമ്മുടെ എക്സ്പെഡീഷൻ ക്യാൻസൽ ആവുന്നത് മാത്രമല്ല, രാത്രി തണുത്ത് നമ്മൾ മരിച്ചു പോകും. ആ ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. സുബീർ പക്ഷി നിലവിളിക്കാൻ തുടങ്ങി, ഹിന്ദിയിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി.